ഒരിക്കൽ ഇബിലീസ് ഒരു ചെറിയൊരു കുപ്പിയും എടുത്ത് ഒരു പണ്ഡിതൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ ചോദിച്ചു, 7 ആകാശങ്ങളെയും ഭൂമിയെയും അവയിലുള്ള സകല സാധനങ്ങളെയും ഈ കുപ്പിയിൽ ഒതുക്കുവാൻ അള്ളാഹുവിന് കഴിയുമോ? പണ്ഡിതൻ ഉടനെ മറുപടി കൊടുത്തു, അത്രമാത്രമല്ല, അതുപോലെയുള്ള 700 ലോകത്തെയും ഈ കുപ്പിയിൽ അടക്കം ചെയ്തുകൊണ്ട് ഇതിനെ നിന്റെ വലത് കണ്ണിൽ കൂടി പ്രവേശിപ്പിക്കുകയും ഇടത് കണ്ണിൽ കൂടി പുറത്തു കൊണ്ടുവരുവാനും കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പണ്ഡിതന്റെ ഈ ഉറച്ച മറുപടി കേട്ട് നിരാശപ്പെട്ട ശൈത്താൻ തൻ്റെ കൈവിരൽ കണ്ണിൽ കുത്തി അട്ടഹസിച്ചുകൊണ്ട് പണ്ഡിതന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി എവിടെയോ മറഞ്ഞു. ഏതെങ്കിലും ഒരവസരത്തിൽ എന്നെ നീ പിടികൂടുമോ എന്ന് യഹ്യാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇബ്ലീസിനോട് ചോദിച്ചു. അതിന് ഇബ്ലീസ് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, ഇല്ല, ഒരിക്കലുമില്ല. എങ്കിലും അങ്ങ് വയറു നിറയെ ആഹാരം കഴിച്ചു പോയാൽ ഞാൻ പിടികൂടുന്നതാണ്. അപ്പോൾ നമസ്കാരത്തിലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിലും അങ്ങേക്ക് ഒരു തരം ആലസ്യം നേരിടുന്നതായിരിക്കും. അത് കേട്ട് യഹ്യാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ശപഥം ചെയ്തു, ഇന്നു മുതൽക്ക് ഞാൻ വയറു നിറയെ ആഹാരം കഴിക്കുന്നതല്ല, വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് സ്വേച്ഛകളിൽപ്പെട്ട ഒരു കാര്യമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇബ്ലീസിനോട് ചോദിച്ചു, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും വെറുക്കുന്നതുമായ കാര്യങ്ങൾ എന്താണ്? ഇബ്ലീസിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഐഹിക കീർത്തിക്കു വേണ്ടി, അതായത് ദുനിയാവിൻ്റെ കീർത്തികൾക്ക് വേണ്ടി മാത്രം ഉച്ചത്തിൽ സംഗീതങ്ങളൊക്കെ ചൊല്ലുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും രാത്രികളിൽ നമസ്കരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തതുമായ കാര്യങ്ങളാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇബ്ലീസിനോട് ചോദിച്ചു, ഏതു പാപം വഴിയായിട്ടാണ് മനുഷ്യനെ നീ കീഴടക്കുക? ഇബ്ലീസിന്റെ മറുപടി, അഹംഭാവം നടിക്കുകയും കുറഞ്ഞ സൽക്കർമ്മം ചെയ്തുകൊണ്ട് അത് വളരെ മതിയായതാണെന്ന് അഭിമാനിക്കുകയും സ്വന്തം പാപങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുന്ന മനുഷ്യഹൃദയത്തെ ആയിരിക്കും ഞാൻ കീഴടക്കുക എന്ന് ഇബ്ലീസ് മറുപടി നൽകി. സുഹൃത്തുക്കളെ, ഇബ്ലീസിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തഖ്വയുടെ പാതയിൽ നമുക്ക് മുന്നേറാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക.